പാലക്കാട് ധോണിയിൽ കാർ കത്തി ഒരാൾ മരിച്ചു. മൃതദേഹം കാർ ഉടമയുടേത് ആണെന്ന നിഗമനത്തിലാണ് പോലീസ്. മുണ്ടൂർ വേലിക്കാട് സ്വദേശി പോൾ ജോസഫാണ് കാർ ഉടമ. വൈകിട്ട് 4 മണിയോടെയാണ് റോഡരികിൽ കാർ കത്തുന്ന നിലയിൽ കണ്ടത്. കത്തിക്കരിഞ്ഞ മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി പാലക്കാട് ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി. പോലീസ് വിശദമായ അന്വേഷണം ആരംഭിച്ചു. ഒരു സ്ഥലത്ത് കാർ പാർക്ക് ചെയ്ത നിലയിലാണ് i20 കാറാണ്. അത് പൂർണ്ണമായി കത്തി നശിച്ചു. ഈ മൃതദേഹം പൂർണ്ണമായി കത്തി കരിഞ്ഞ നിലയിലാണ് ഉള്ളത്. അസ്ഥികളും മറ്റുമാണ് ലഭിച്ചിരിക്കുന്നത്. ആദ്യം ഈ കാറ് കത്തുമ്പോൾ ഈ കണ്ട ഒരു വ്യക്തി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഈ നിങ്ങൾ കാണുമ്പോൾ എന്ത് നിലയിലായിരുന്നു? കാറ് കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ വരുമ്പോൾ കാറ് മുഴുവനായി കത്തിക്കൊണ്ടിരിക്കുകയായിരുന്നു. നമുക്കൊന്നും ഈ തീയണയ്ക്കാനും ഒന്നും പറ്റുന്ന സാഹചര്യം ആ സാഹചര്യമല്ല. നമുക്ക് അടുത്ത് പോകാനും കൂടി പറ്റാത്ത സാഹചര്യമായിരുന്നു. പിന്നീട് ഫയർഫോഴ്സ് ഫയർഫോഴ്സ് എത്തിയിട്ടാണ് തീയണച്ചത്. ഇതിപ്പോൾ ഈ ഗ്ലാസ് പൊക്കിയ നിലയിലായിരുന്നു? ഇല്ലല്ല, ഇത് ഇപ്പം നിൽക്കുന്ന ഇതേ അവസ്ഥ തന്നെയാണ്. നമ്മൾ ഫയർഫോഴ്സ് എത്തി തീ അണച്ച ശേഷമാണ് നമ്മൾ വണ്ടിക്ക് അടുത്ത് തന്നെ എത്താൻ പറ്റുക. അതുവരെ നല്ല പുകയും തീയുമാണ്. നമുക്ക് എന്താണ് അവസ്ഥ എന്നും കൂടി അതിനകത്ത് ആളുള്ള കാര്യം കൂടി അറിയില്ലായിരുന്നു. അങ്ങനെ ശബ്ദമൊന്നും കേൾക്കുന്നൊന്നുമില്ല. തീ അണച്ച ശേഷമാണ് അകത്ത് ആളുള്ള കാര്യം അറിഞ്ഞത്. ഈ കാറിനകത്ത് ഈ ഫുൾ ടാങ്ക് പെട്രോൾ ഉണ്ടായിരുന്നു. ഇത് കൂടാതെ 2 ക്യാൻ പെട്രോള് ഇത് കൂടാതെ ഉണ്ടായിരുന്നു. എന്തായാലും ഈ മൃതദേഹത്തിൻ്റെ ചില ഭാഗങ്ങൾ ആംബുലൻസിൽ കയറ്റി വെച്ചിട്ടുണ്ട്. ഈ പഞ്ചായത്ത് മെമ്പർ കൂടി നമ്മോടൊപ്പം ഉണ്ട്. ഇപ്പോൾ കിട്ടുന്ന വിവരങ്ങളനുസരിച്ച് പോൾ ജോസഫ് എന്ന വ്യക്തിയാണ് മരിച്ചിരിക്കുന്നത്. അതെ, പോൾ ജോസഫ് എന്നാണ് പറഞ്ഞത്. ഞങ്ങൾ ഒരു ജയിച്ചതിൻ്റെ നന്ദി പ്രകടനമായിട്ട് ചൂലിപ്പാടം ഭാഗത്തായിരുന്നു. അപ്പോഴാണ് നമ്മളിങ്ങനെ ഫോണിലും കണ്ടു. പിന്നെ ഒരാൾ വിളിച്ച് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുമ്പോഴേക്കും ഇതേ അവസ്ഥയായിരുന്നു. പിന്നെ ജനങ്ങളെല്ലാവരും ഉണ്ടായിരുന്നു, പോലീസുകാരുണ്ടായിരുന്നു. എന്ത് സംഭവിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്? ഇപ്പോൾ നമ്മളിപ്പോൾ എങ്ങനെ പറയുന്നത്? ഇപ്പോൾ ഈ അവസ്ഥയിലായ കാരണം ഒന്നും പറയാൻ പറ്റിയൊരു എന്തായാലും ഈ മരണം എങ്ങനെ അപകടം ഉണ്ടായി എന്നത് സംബന്ധിച്ച് ഇപ്പോഴും ഒരു വ്യക്തത ഇല്ല. അത് ഈ ആത്മഹത്യയാണ് എന്ന സംശയമുണ്ട്. അതല്ല മറ്റെന്തെങ്കിലും അപകടമാണോ എന്നെല്ലാം തന്നെ ഇനി വിശദമായി പോലീസ് അന്വേഷിക്കേണ്ടിയിരിക്കുന്നു.